കൊല്ലം കടക്കലിൽ ബസ് ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആൽത്തറമൂട് സ്വദേശി രാജേഷിനാണ് വെട്ടേറ്റത്. ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന് സൈഡ് നൽകാത്തതിൽ പ്രകോപിതരായ യുവാക്കളാണ് വെട്ടിയതെന്ന് രാജേഷ്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? എന്തിനാണ് ഇത്തരത്തിൽ യുവാക്കൾ പ്രകോപിതരായത് പെട്ടെന്ന്? വിനീഷ്, ഇന്ന് 8:30 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം. കൊല്ലം കടക്കലിൽ ബസ് ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആൽത്തറമൂട് സ്വദേശി രാജേഷിനാണ് വെട്ടേറ്റത്. ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന് സൈഡ് നൽകാത്തതിനാലാണ് പ്രകോപിതരായ യുവാക്കളാണ് വെട്ടിയതെന്നാണ് വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? തുടരാം. വിനീഷ്, ഇന്ന് 8:30 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 ദിവസം മുമ്പ് നിലമേലിൽ വെച്ച് ഈ കാർ യാത്രക്കാർക്ക് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. ഇരുകൂട്ടരും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചിരിക്കുകയാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മടവൂർ സ്വദേശികളായ അരുണും വരുണും എന്ന് പറയുന്ന 2 യുവാക്കളാണ് ഈ കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ഈ രാജേഷിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കൈക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നവരാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമിച്ചവരെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ മനോജ്? നിലവിൽ 2 പേരുടെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ കാത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ തലയ്ക്കും കൈക്കും അടക്കം വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൊല്ലത്ത് ബസ് ഡ്രൈവർക്ക് വെട്ടേറ്റു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മനോജ് കൊല്ലത്ത് നിന്ന് നൽകിയത്.